2024 അവസാന സായം സന്ധ്യയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർ എല്ലാവരും തന്നെ 2025 വരവേൽക്കാനുള്ള ഒരു ധൃതിയിലും ത്രില്ലിലും ഒക്കെ ആയിരിക്കും. അതേ ത്രില്ലിൽ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരവും ഇപ്പോഴുള്ളത്. കാരണം തിരുവനന്തപുരം കനകക്കുന്നിലെ ലൈറ്റുകൾ കാണാൻ തന്നെ ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ തന്നെയാണ്. ഏതൊരു ആഘോഷമായാലും, ഓണമായാലും, ക്രിസ്മസ് ആയാലും, അതുപോലെ തന്നെ പുതുവത്സരമായാലും അത്രയധികം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ തന്നെ തലസ്ഥാന നഗരി എപ്പോഴും ശ്രദ്ധ പുലർത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പ്രായമേധമന്യേ ഈ ഒരു ലൈറ്റിങ് കാണാനും കനകക്കുന്നിലേക്ക് ഓടിയെത്തുന്നത് ഒരുപാട് ആൾക്കാരാണ്. നമുക്കെന്തായാലും കനകക്കുന്നിൻ്റെ ആ ഒരു ആംബിയൻസും പുതുവത്സരത്തെ എങ്ങനെയാണ് ജനം ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രേക്ഷക ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നതെന്നുമൊക്കെ നമുക്ക് ഈ ഒരു കാഴ്ചകളെല്ലാം തന്നെ ഒന്ന് കാണാം. അതുമാത്രമല്ല, ആദ്യം തന്നെ പറയട്ടെ, കർമ്മ ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. അതുപോലെ നമുക്ക് ഈ കനകക്കുന്നിൻ്റെ കാഴ്ചകളും കൂടെ കണ്ടുവരാം. അടിപൊളിയായിട്ടുള്ള ആഘോഷം എല്ലാ ജനങ്ങളും വളരെ സന്തോഷമായിട്ട് എത്രയോ വർഷങ്ങൾ സന്തോഷിക്കേണ്ടതെല്ലാം കൂടി ഈ വർഷം സന്തോഷിക്കുകയാണ്. ഒരുപാട് കോവിഡ് കൊണ്ടുപോയി, പിന്നെ വയനാട് ദുരന്തം കൊണ്ടുപോയി, മുമ്പൊരു ദുരന്തം ഉണ്ടായി. എല്ലാ ദുരന്തങ്ങളും എല്ലാവർക്കും നഷ്ടങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. എങ്കിലും ഇപ്രാവശ്യം നഷ്ടങ്ങളുണ്ടെങ്കിലും തിരുവനന്തപുരം സന്തോഷിക്കുകയാണ്. പലരും ഇവിടത്തേക്ക് പല ജില്ലകളിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് സന്തോഷിക്കാനായിട്ട് ട്രിവാൻഡ്രം ജില്ലയിലേക്ക്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ്, നമുക്ക് സന്തോഷമാണ്, നമ്മൾ കാണുന്ന എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാ ദുഃഖങ്ങളും മനസ്സിലൊതുക്കി എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് പുതുവത്സരം. പുതുവത്സരം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ഞങ്ങൾ പ്രത്യേകിച്ച് ആഘോഷമില്ല, കൊച്ചുണ്ടോണ്ട് പിന്നെ കൊച്ചിനെ ഇവിടെ എല്ലാം വന്നൊന്ന് കാണിക്കണം. ഒരുപാട് വിഷമങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ മനസ്സിലൊതുക്കി പുതിയൊരു വർഷത്തെ വരവേൽക്കുവാണല്ലേ? അതാണ് പുതിയ വർഷം 2000 നല്ല പ്രതീക്ഷകളുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒരു മെച്ചമായ വർഷമാണെന്ന് വിചാരിക്കുന്നു. കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ ലൈറ്റൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് പുതുവത്സരം വരുന്നതിൻ്റെ ആ ഒരു ഇത് ആഘോഷിക്കാനാണ്. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിന് ക്രിസ്മസിൻ്റെ എന്നാണ് വന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും തിരക്കാണാൻ തോന്നുന്നു. എന്തായാലും പോയി നോക്കാൻ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. മാമ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയൂ. ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ പറ. ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഒരു ഈവൻറ്റ്സ് കനകക്കുന്നിൽ ഓണത്തിനാണെങ്കിലും ഞങ്ങളിവിടെ വന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണോ? ഞങ്ങളിവിടെ സ്റ്റുഡൻസാണ്, PG ചെയ്യുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നോ ഈ ഒരു? ഞങ്ങൾ ഓണ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയൊരു ആംബിയൻസ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. അവരെല്ലാ വട്ടവും ഓരോ ആഘോഷത്തിനനുസരിച്ച് തീം സെറ്റ് ചെയ്ത് ഇവിടെ ഞങ്ങൾ കാണാൻ വരാറുണ്ട്. എന്താണ് ഒരു പുതിയൊരു പ്രതീക്ഷ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ യൂത്ത് എന്നുള്ള നിലയിൽ? സൊസൈറ്റിക്ക് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ. ഞാൻ ആലപ്പുഴക്കാരിയാണ്, ഇവിടെ വന്ന് പഠിക്കുവാണ് ട്രിവാൻഡ്രത്ത്. ഫസ്റ്റ് ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണോ ട്രിവാൻഡ്രത്ത് ലൈറ്റിംഗ് എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് തന്നെയാണ്. ഫ്രണ്ട്സായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ നല്ല രസമുണ്ട്. ചില്ലൊക്കെ ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല ന്യൂ ഇയർ നല്ലതായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.